ഫ്രണ്ട്സ്, ഞാൻ അശ്വിൻ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഹൗ ടു സോൾവ് റുബിക്സ് ക്യൂബാണ്. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 3x3 ക്യൂബാണ്. ഇത് മൊത്തം ഇപ്പോൾ ഒരു ഷഫിൾഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പം എപ്പോഴും ഇതൊക്കെയാണ് സെൻറ്റർ. യെല്ലോ ഈ സെൻറ്റർ, റെഡ്, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, ഗ്രീന്, ഇതൊക്കെയാണ് സെൻറ്റർ. ആ സെൻറ്റേഴ്സ് ഒരിക്കലും മാറത്തില്ല, ആ പ്ലേസിൽ തന്നെ എപ്പോഴും കാണും. എപ്പോഴും നമ്മൾ ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പം നമ്മുടെ യെല്ലോ സെൻറ്റർ മേളിൽ പിടിക്കും. എപ്പോഴും യെല്ലോ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ് സെൻറ്റർ ആയിരിക്കും. യെല്ലോ സെൻറ്റർ മേളിൽ പിടിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റുബിക്സ് ക്യൂബിൻ്റെ യെല്ലോ സെൻറ്ററിൻ്റെ ക്രോസ്, യെല്ലോ സെൻറ്ററിൻ്റെ ചുറ്റും വൈറ്റിൻ്റെ ക്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും വൈറ്റിൻ്റെ ക്രോസ് കൊണ്ടുവരിക. യെല്ലോ സെൻറ്ററിൻ്റെ ചുറ്റും ഇങ്ങനെ വൈറ്റിൻ്റെ ഒരു ക്രോസ് കൊണ്ടുവരിക. അത് നമ്മുടെ ക്യൂബ് ഷഫിൾ ചെയ്തതിൻ്റെ അനുസരിച്ചിരിക്കും. അത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ ക്യൂബ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഷഫിൾ ചെയ്യുമ്പോൾ തന്നെ ഷഫിൾ ചെയ്തതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എനിക്കിങ്ങനെ വൈറ്റിൻ്റെ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചുറ്റും. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വൈറ്റിൻ്റെ ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ വൈറ്റിൻ്റെ ക്രോസ് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ റൈറ്റ് സൈഡിലെ വൈറ്റിൻ്റെ സൈഡിൽ കിടക്കുന്ന കളർ ഇപ്പോൾ എനിക്ക് റെഡാണ്. നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും, ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഏത് കളറാണെങ്കിലും നിങ്ങൾ ആ കളർ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. ഇപ്പോൾ എനിക്കിവിടെ റെഡാണ്, പക്ഷേ ഓറഞ്ചിൻ്റെ സെൻറ്ററാണ് ഇവിടെ. ഇപ്പോൾ എനിക്ക് റെഡ് കളർ, പക്ഷേ ഓറഞ്ചിൻ്റെ സെൻറ്ററാണ് ഇവിടെ. അപ്പം നമ്മൾ ഇങ്ങനെ ഈ രണ്ട് ലെയറും കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടും. നമ്മളിപ്പം റെഡിൻ്റെ സെൻറ്ററുമായിട്ട് നമ്മളിങ്ങനെ മാച്ച് ചെയ്തു. അത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടും. അങ്ങനെ മാച്ച് ചെയ്യുക. എന്നിട്ട് മാച്ച് ചെയ്താൽ നമ്മൾ റൈറ്റാണിങ്ങനെ റൈറ്റിൽ നമ്മുടെ വൈറ്റാണ് ഇപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്തത്. അത് നമ്മൾ മുമ്പിലോട്ട് ഫ്രണ്ടിലോട്ട് 2 വട്ടം തിരിക്കുക. 1 2. അപ്പം ഈ വെള്ളയുടെ കൂടി ഇത് എത്തിയിട്ടുണ്ട്. ഇത് മാച്ചും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ അതേ സ്റ്റെപ്പ് ചെയ്യുക. എനിക്ക് ലെഫ്റ്റ് സൈഡിലെ വൈറ്റിൻ്റെ അപ്പുറത്ത് ഗ്രീനാണ്, പക്ഷേ ഇവിടെ ഓറഞ്ചാണ്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇവിടെ ഗ്രീനായി, ഇപ്പോൾ മാച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് അതേ സ്റ്റെപ്പ് ചെയ്യുന്നു. 1 2 എന്ന് തിരിക്കുമ്പോൾ നമുക്കിത് വന്നു. ഇനി നമ്മൾ നമ്മുടെ നേരെ ഫേസ് ചെയ്തേക്കുന്ന ഈ വൈറ്റ് നമ്മൾ നോക്കുമ്പം ഇവിടെ ഓറഞ്ചാണ്, പക്ഷേ എനിക്ക് മാച്ച് ചെയ്യേണ്ടി വന്നില്ല, ഇവിടെ മാച്ച് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും ഇങ്ങനെ വല്ലതും കിടക്കുകയാണെങ്കിൽ മാച്ച് ചെയ്യുക. എനിക്ക് മാച്ചാണ്. ഇനി ഈ നമ്മുടെ നേരെ കിടക്കുന്ന നമ്മൾ ലെഫ്റ്റിലോട്ട് 2 വട്ടം തിരിക്കുക. 1 2. അപ്പം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അത് നമുക്ക് ഈ വൈറ്റ് ചെയ്യാം. അത് ഇവിടെ ബ്ലൂ ആണ്. ഞാൻ ബ്ലൂ ആയിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യുന്നു. 2 ടൈംസ് ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. 1 2. ഇപ്പോൾ വൈറ്റിൻ്റെ ഒരു ക്രോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈറ്റിൻ്റെ ഒരു ക്രോസ്. ഇത് നമുക്ക് ഇവിടെ ഫുൾ വൈറ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വൈറ്റിൻ്റെ ക്രോസ് കൊണ്ടുവന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റ് ഇവിടെ ഇത്രയും കൊണ്ടുവരാം. 3 സ്ഥലമുണ്ട് ഇനി വൈറ്റ് കൊണ്ടുവരാൻ. ഇവിടെ 3 ബ്ലോക്ക്സ് എടുപ്പുണ്ട്. 2 എണ്ണം മേളിലും 1 താഴെ. അപ്പോൾ ഇനി നമുക്ക് ഈ വൈറ്റ് എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഈ വൈറ്റിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കളർ ഏതാണെന്ന് നോക്കുക. അതെനിക്ക് ഓറഞ്ചാണ്. ഈ വൈറ്റ് ഇവിടെ കിടക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്തെ കളർ എനിക്ക് ഓറഞ്ചാണ്. നമ്മളത് ഇങ്ങനെ മാച്ച് ചെയ്യുക. എനിക്കിപ്പം മാച്ചാണ്. ഇപ്പം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ സെൻറ്ററിൻ്റെ കൂടെ ഇങ്ങനെ മാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സൈഡാണ് മാച്ച് ആയത്, നമ്മുടെ ഓറഞ്ച് സെൻറ്ററായിട്ട്. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ഇത് മാച്ച് ആയിരിക്കുന്നത്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് തിരിക്കുക, ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ഇരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഇവിടെ ബ്ലൂ ആയിരുന്നു, അത് റൈറ്റ് സൈഡിലാണ് മാച്ച് ആയെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുക. എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഓറഞ്ചായിട്ട് മാച്ച് ആയത്, അതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് തിരിക്കുന്നു. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിക്കുന്നു. ഇവിടെ അല്ലേ വൈറ്റ് ഇരുന്നത്,
നമ്മൾ തിരിച്ച് ഇവിടെ അല്ലേ നേരത്തെ വൈറ്റ് ഇരുന്നത്, അപ്പം ലെഫ്റ്റ് സൈഡ് പൊക്കുന്നു, ലെഫ്റ്റിലാണ് അത് ഇരുന്നത്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റിലോട്ട് തിരിച്ചു, ആ റൈറ്റിലോട്ട് തിരിച്ചണം, തിരിച്ച് ലെഫ്റ്റിലോട്ട് തിരിക്കുക, എന്നിട്ട് താഴോട്ട് ഇറക്കുക. ഇപ്പം വന്നിട്ടുണ്ട്. ഇനിയും 3 നമുക്കുണ്ട്. അതും നമുക്ക് ഇതേ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രീനാണ് ഈ വൈറ്റിൻ്റെ തൊട്ടപ്പുറത്ത്. ഞാൻ ഗ്രീനായിട്ട് മാച്ച് ചെയ്യുന്നു. മാച്ച് ചെയ്ത സ്ഥലം ഇപ്പം റൈറ്റ് സൈഡാണിത്. ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് വൈറ്റ് തിരിക്കുന്നു. ഇവിടെയാണ് നേരത്തെ വൈറ്റ് ഇരുന്നത്, അത് മേലിലോട്ട് പൊക്കുന്നു. നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ച സ്ഥലം തിരിച്ച് റൈറ്റിലോട്ട് തിരിക്കുന്നു, താഴോട്ട് ഇറക്കുന്നു. ഇപ്പം ഇനി നമുക്ക് 2 വൈറ്റും കൂടെ വരുത്താനുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടവും കവർ ചെയ്തു, ഇവിടവും കവർ ചെയ്തു. ഇനി 2 വൈറ്റും കൂടെ വരുത്താനുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുക, നേരത്തെ എല്ലാം നമ്മൾ ഈ ടോപ്പ് ലെയർ കിടന്ന വൈറ്റിൻ്റെ സ്റ്റെപ്പായിരുന്നു അത്. നമ്മൾ ഇനി കിടക്കുന്ന ഒരെണ്ണം മേളിലും ഈ യെല്ലോയുടെ സെൻറ്ററിൻ്റെ അടുത്തും മേളിലും, പിന്നെ ഒരെണ്ണം താഴത്തെ ലെയറിലുമാണ്. ഇപ്പം നമുക്ക് താഴെ ഒരെണ്ണം കിടപ്പുണ്ട്, മേളിലും ഒരെണ്ണം കിടപ്പുണ്ട്. നമുക്ക് എങ്ങനെയാണ് മേളത്തെ ചെയ്യുന്നതെന്ന് നോക്കാം. മേളത്തേന് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ചെയ്യുന്നതിന്. നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ ഒക്കത്തുള്ളൂ, പക്ഷേ ഇത് മേളിലാണ് കാണുന്നത്. താഴെ കൊണ്ടുവരുന്ന ഒരു സ്റ്റെപ്പുണ്ട്. നമ്മൾ ഇവിടം പൊക്കുക, നമ്മുടെ ലെഫ്റ്റ് സൈഡ് പൊക്കുക, എന്നിട്ട് ഇവിടം ഇങ്ങോട്ട് തിരിക്കുക, നമ്മുടെ ലെഫ്റ്റിലോട്ട് ടോപ്പ് ഭാഗം തിരിക്കുക, എന്നിട്ട് പൊക്കിയ സ്ഥലം താഴോട്ട് ഇറക്കുക. അപ്പോൾ ഇനിയും പക്ഷേ ഇവിടെ 3 വരുത്താണ്ട് അത് നമുക്ക് വരുത്താം. അത് വൈറ്റിൻ്റെ അപ്പുറത്ത് വരുന്ന ഗ്രീനാണ്. അതേ സ്റ്റെപ്പ് ചെയ്യുക, ഗ്രീൻ മാച്ച് ചെയ്യുക. ഗ്രീൻ മാച്ചാണ്, അത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട്, ലെഫ്റ്റിലാണ് എടുക്കുന്നത്, റൈറ്റ് സൈഡിലോട്ട് തിരിക്കുക. ഇവിടെയാണ് നേരത്തെ വൈറ്റ് ഇരുന്നാൽ അവിടെ പൊക്കുക. നമ്മൾ ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിച്ചു, ലെഫ്റ്റിന് റൈറ്റിലോട്ട് തിരിച്ചു. ഇനി തിരിച്ച ഭാഗം തിരിച്ചു വെക്കുക. റൈറ്റിലോട്ടാണ് നമ്മൾ തിരിച്ചത്, ഇനി ലെഫ്റ്റിലോട്ട് തിരിക്കുക, എന്നിട്ട് താഴോട്ട് ഇറക്കുക. ഇനി നമുക്ക് 2 വരുത്താറുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം മേളിൽ കിടപ്പുണ്ട്, ഒരെണ്ണം ഈ ലെയറെ കിടപ്പുണ്ട്, ഒരെണ്ണം ഏറ്റവും മേളിൽ ഇവിടെ കിടപ്പുണ്ട്. നമുക്കിവിടെ കിടക്കുന്നത് ചെയ്യാം. ഇവിടെ റെഡാണ്, എനിക്ക് അത് മാച്ച് ചെയ്യാം. ഞാൻ സെൻറ്ററുമായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്തു. ഇനി നമ്മൾ ലെഫ്റ്റിലാണ് കിടക്കുന്നത്, റൈറ്റിലോട്ട് തിരിക്കുക. ഇവിടെയാണ് വൈറ്റ് ഇരുന്നത്, പൊക്കുക. നമ്മൾ ലെഫ്റ്റിന് റൈറ്റിലോട്ട് തിരിച്ചു, അത് റൈറ്റിന് ലെഫ്റ്റിലോട്ട് തിരിക്കുക, പൊക്കിയ സ്ഥലം താക്കുക. ഇനി ഒരെണ്ണം കൂടെ വരുത്താനുള്ളൂ. അതും നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്, അതും റെഡാണ്. നമ്മളിങ്ങനെ കൊണ്ടുവന്ന് റെഡിന് മാച്ച് ചെയ്തു. ഇപ്പോൾ എൻ്റെ റൈറ്റിലാണ് വൈറ്റ് കിടക്കുന്നത്. അപ്പം നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കുക, ഇരുന്ന സ്ഥലം മുകളിലേക്ക് പൊക്കുക. നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുക, നമ്മൾ പൊക്കിയ സ്ഥലം താക്കുക. ഇപ്പം വൈറ്റ് റുബിക്സ് ക്യൂബിൻ്റെ വൈറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഫസ്റ്റ് ലെയറും ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ 2 ലെയേഴ്സ് നമുക്ക് ഫോം ആക്കണം. ഈ 2 ലെയേഴ്സ് ഇവിടവും എല്ലാത്തിൻ്റെയും ഫോം ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നേരത്തെ നമ്മുടെ യെല്ലോ സെൻറ്ററിൻ്റെ ചുറ്റും വൈറ്റിൻ്റെ ക്രോസ് വരുത്തി. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓറഞ്ച് യെല്ലോ, ഗ്രീന് ഓറഞ്ച്, ബ്ലൂ ഓറഞ്ച്, യെല്ലോ ഗ്രീന്. അപ്പം ഇനി ഇവിടെ ഈ പീസസിൽ യെല്ലോ ഇല്ലാത്ത എവിടെയാണെന്ന് നോക്കാം. 2 പീസസിൽ യെല്ലോ ഉണ്ട്, ഗ്രീനും യെല്ലോയും ഓറഞ്ചും യെല്ലോയും. 2 പീസസ് യെല്ലോ ഇല്ല. അതിൽ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക, യെല്ലോ ഇല്ലാത്ത പീസ് എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഗ്രീനും ഓറഞ്ചും ആണ്. ഗ്രീനും ഓറഞ്ചും എടുക്കുമ്പം നമ്മൾ ഗ്രീനും ഓറഞ്ചാണ് ഇവിടെ കിടക്കുന്നത്. ആ ഓറഞ്ച് നമ്മൾ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യാം. മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് മാച്ചിങ്, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം എൻ്റെ ഇങ്ങനെ മാച്ചായി കിടക്കുകയാണ്. മാച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മാച്ച് ചെയ്യാം. അപ്പം മാച്ച് ചെയ്തു. ഇനി നമ്മുടെ ഓറഞ്ചിൻ്റെ മേളിൽ കിടക്കുന്നത് ഗ്രീൻ ആണല്ലോ, അതൊന്നെങ്കിൽ റൈറ്റ് സെൻറ്ററിൽ കാണും, ഇല്ലെങ്കിൽ ലെഫ്റ്റ് സെൻറ്ററിൽ കാണും. അപ്പം റൈറ്റ് സെൻറ്ററിൽ നോക്കുന്നു, അവിടെ ബ്ലൂ ആണ്. ലെഫ്റ്റ് സെൻറ്ററിൽ നോക്കുന്നു, അവിടെ ഗ്രീൻ ഉണ്ട്. അപ്പം നമ്മൾ ലെഫ്റ്റ് സെൻറ്ററിലാണല്ലോ ഗ്രീൻ കിടക്കുന്നത്.
അപ്പം നമ്മൾ ലെഫ്റ്റ് സെൻറ്ററിലായതുകൊണ്ട് റൈറ്റിലേക്ക് ടോപ്പ് തിരിക്കുന്നു. നമ്മൾ ലെഫ്റ്റിലാണല്ലോ നമ്മൾ ഈ നമ്മുടെ ഗ്രീൻ സെൻറ്റർ കിടക്കുന്നത്, അതുകൊണ്ട് ലെഫ്റ്റ് പൊക്കുന്നു. നമ്മൾ റൈറ്റിലോട്ട് തിരിച്ച് ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. നമ്മൾ പൊക്കിയത് താക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ വൈറ്റ് ഏത് കളറാണെങ്കിലും തിരിച്ച് അതിൻ്റെ പ്ലേസിൽ തന്നെ കൊണ്ടുവരുന്ന, അത് നല്ലപോലെ പഠിച്ചു വെക്കുക. അത് ഇപ്പം എനിക്ക് അത് തിരിച്ച് കൊണ്ടുവരാൻ ഇവിടെ ഓറഞ്ചാണ്, എനിക്ക് ഓറഞ്ച് മാച്ചായി കിടക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ഓറഞ്ച് മാച്ചായിട്ടുണ്ട്. മാച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. വൈറ്റ് ഇവിടെയാണ് നേരത്തെ ഇരുന്നത്, അവിടെ പൊക്കുക. നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുക, പൊക്കിയത് താക്കുക. അപ്പോൾ ഇവിടെ വൈറ്റും ആയിട്ടുണ്ട്, ഇവിടം ഫോമും ആയിട്ടുണ്ട്, രണ്ട് കളറിൻ്റെ. ഇനി നോക്കുക എവിടെയൊക്കെ യെല്ലോ ഇല്ലെന്ന്. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഇല്ല. ബ്ലൂവും ഓറഞ്ചും ആണ്, യെല്ലോ ഇല്ല. ഇവിടെ എനിക്ക് മാച്ചായി കിടക്കുകയാണ്. മാച്ച് അല്ലെങ്കിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് മാച്ച് ചെയ്ത് വെക്കുക. എനിക്കിപ്പോൾ ഇവിടെ ബ്ലൂ ആണ്. ബ്ലൂ ഒന്നെങ്കിൽ ലെഫ്റ്റ് സെൻറ്ററിൽ കാണും, ഇല്ലെങ്കിൽ റൈറ്റ് സെൻറ്ററിൽ കാണും. എനിക്കിപ്പോൾ റൈറ്റ് സെൻറ്ററിൽ ബ്ലൂ ഉണ്ട്. റൈറ്റ് സെൻറ്ററിലായതുകൊണ്ട് ടോപ്പ് നമ്മൾ ലെഫ്റ്റ് സെൻറ്ററിലേക്ക് തിരിക്കുക. മാച്ചായ നമ്മൾ ബ്ലൂ റൈറ്റ് സെൻറ്ററിലല്ലേ മാച്ചായത്, അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് റൈറ്റ് പൊക്കുക. ലെഫ്റ്റിലേക്ക് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുക, പൊക്കിയത് താക്കുക. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇനി ഇവിടെ കൊണ്ടുവരണം ആ വൈറ്റ്, അത് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഓറഞ്ചാണ് എനിക്കിപ്പോൾ ഇവിടെ, എനിക്ക് മാച്ചാണ്. നമ്മൾ ഇപ്പോൾ എനിക്ക് ലെഫ്റ്റിലാണ് വൈറ്റ്, അപ്പോൾ റൈറ്റിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇവിടെയാണ് വൈറ്റ് ഇരുന്നത്, അത് മേലിലേക്ക് പൊക്കുക. നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചത് ലെഫ്റ്റിലേക്ക് തിരിക്കുക, പൊക്കിയത് താക്കുക. അപ്പം നമ്മൾ നോക്കുക, ഇനി ഒരു ഓറഞ്ച് മാത്രം രണ്ട് ലെയർ ഫോം ആയിട്ടുണ്ട്. ഇനി യെല്ലോ ഇല്ലാത്ത ഒരു പീസും കൂടെ ഉണ്ട്, അതും നമുക്ക് ഇതേ സ്റ്റെപ്പാണ്. റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ ഗ്രീനാണ്, അത് മാച്ച് ചെയ്യുക. അതിൻ്റെ മേളിൽ റെഡാണ് എനിക്ക് കിടക്കുന്നത്. ഒന്നെങ്കിൽ റെഡ് റൈറ്റ് സെൻറ്ററിൽ കാണും, അല്ലെങ്കിൽ ലെഫ്റ്റ് സെൻറ്ററിൽ കാണും. എനിക്കിപ്പോൾ ലെഫ്റ്റ് സെൻറ്ററിലാണുള്ളത്. അപ്പം നമ്മൾ ലെഫ്റ്റ് സെൻറ്ററിലായിട്ട് റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് പൊക്കുക. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിച്ചു വെച്ച പീസ് തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, പൊക്കിയ ഭാഗം താക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ അപ്പുറത്ത് ഗ്രീനാണ്, മാച്ചാണ്. മാച്ച് ചെയ്ത സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിക്കുക. ഇവിടെയാണ് വൈറ്റ് ഇരുന്നത്, അത് പൊക്കുക. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു വെക്കുക, നമ്മൾ പൊക്കിയത് താക്കുക. ഇപ്പം നമ്മുടെ ക്യൂബിൻ്റെ നമ്മുടെ രണ്ട് ലെയേഴ്സ് എല്ലാ കളറിൻ്റെയും ഫോം ആയിട്ടുണ്ട്, കണ്ടല്ലേ? എല്ലാ ലെയേഴ്സും എല്ലാ കളറിൻ്റെയും ഫോം ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റും ഫോം ആയിട്ടുണ്ട്. നമ്മുടെ 2 ലെയേഴ്സ് ഫോം ആവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മേളിൽ യെല്ലോയുടെ ഒരു ജെ ഷേപ്പും ഉണ്ടാവും. അത് ഇനി ചിലവർക്കൊക്കെ ഈ ജെ ഉണ്ടാവാതെ ഇങ്ങനെ യെല്ലോയുടെ സെൻറ്റർ മാത്രമേ കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ ജെ ഫോം ആവത്തില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ജെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ലൈൻ ആക്കാനുള്ള സ്റ്റെപ്സാണ്. ആ ജെ വരാതെ ആ യെല്ലോയുടെ സെൻറ്റർ മാത്രം വന്നവർക്കും ഈ സ്റ്റെപ്പ് തന്നെ ചെയ്യുമ്പോൾ ജെയും ഈ ലൈനും എല്ലാം കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ യെല്ലോയുടെ ലൈൻ കൊണ്ടുവരാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം, ഈ ലെയർ നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുക. റൈറ്റ് മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് നമ്മൾ പൊക്കിയ റൈറ്റ് പോർഷൻ താഴേക്ക് തിരിക്കുക. എന്നിട്ട് നമ്മുടെ താഴത്തെ പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിച്ചു, അത് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുക. ഇപ്പോൾ ഒരു നമ്മുടെ യെല്ലോയുടെ ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോയുടെ ഒരു ക്രോസ് കിട്ടും. യെല്ലോയുടെ
ക്രോസ്. അത് നമുക്ക് ഇതേ സ്റ്റെപ്പ് ചെയ്താൽ മതി. നമുക്കത് തന്നെ ചെയ്യാം. നമ്മളെ ഫേസ് ചെയ്തേക്കുന്ന സ്ഥലം തിരിക്കുക, റൈറ്റിലോട്ട് തിരിക്കുക, റൈറ്റ് മുകളിലേക്ക് പൊക്കുക, ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിക്കുക. നമ്മൾ ഈ സ്ഥലം നമ്മൾ പൊക്കിയായിരുന്നു, അത് തിരിച്ച് താക്കുക. നമ്മൾ ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുക. നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച ഈ റൈറ്റിലേക്ക് തിരിച്ച ഈ പോർഷൻ തിരിച്ച് ലെഫ്റ്റിലേക്ക് തിരിച്ചു വെക്കുക. അപ്പം നമുക്ക് യെല്ലോയുടെ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. 2 ലെയേഴ്സ് ഫോം ആയത് പോയിട്ടുമില്ല, വൈറ്റും ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റേഴ്സ് മാച്ച് ചെയ്യണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കളേഴ്സ്, ഈ എൻ്റെ ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, അത് മാച്ച് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഈ സ്ഥിതി എല്ലാ കളറും ഇപ്പോൾ ബ്ലൂ ആയിരിക്കുന്ന പോലെ ഇവിടെ റെഡും ഇവിടെ ഗ്രീനും ഇവിടെ ഓറഞ്ചും വരണം. പക്ഷേ നമുക്ക് ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ സ്ഥലം മാറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ തിരിച്ചു നോക്കുക, ഏതെങ്കിലും 2 കളേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇങ്ങനെ നമ്മൾ തിരിച്ചു നോക്കുമ്പം എനിക്ക് ഗ്രീനും വന്നിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് മാച്ചായിട്ട് വന്നിട്ടുണ്ട്, ഓറഞ്ചും ഇങ്ങനെ മാച്ചായിട്ട് വന്നിട്ടുണ്ട്. അടുത്തടുത്ത കളേഴ്സാണ്. അപ്പം നമ്മൾ ഇങ്ങനെ മാച്ചായ കളേഴ്സ് നമ്മൾ ഒരു കളറ് നമ്മുടെ റൈറ്റ് സൈഡിലും ഒരു കളർ നമ്മുടെ ബാക്ക് സൈഡിലും പിടിക്കുക. ഒരു മാച്ചായ കളർ നമ്മുടെ റൈറ്റ് സൈഡിലും ഒരു മാച്ചായ കളർ ഈ ക്യൂബിൻ്റെ ബാക്ക് സൈഡിലും പിടിക്കുക. നമ്മുടെ ഓറഞ്ച് സ്ഥലം ബാക്കിലും ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡ്, മാച്ചായ സ്ഥലം ഒരെണ്ണം റൈറ്റിലല്ലേ പിടിച്ചിരിക്കുന്നത്, റൈറ്റ് സൈഡ് പൊക്കുക. എന്നിട്ട് 1 ലെഫ്റ്റിലേക്ക് ഇരിക്കുക, 2 പൊക്കിയ സ്ഥലം താക്കുക, 3 എന്നിട്ട് പിന്നെയും തിരിക്കുക, 4 പിന്നെയും പൊക്കുക, 5 പിന്നെ നമ്മൾ 2 വട്ടം തിരിക്കുക, 6, 7, 8, 9. ഇപ്പം നമ്മുടെ സെൻറ്റേഴ്സ് എല്ലാം മാച്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ 1, 2, 3 തവണ ചെയ്യുമ്പോഴേ ചിലപ്പോൾ മാച്ച് ആകത്തുള്ളൂ. ഇപ്പം നമ്മുടെ സെൻറ്റേഴ്സ് എല്ലാം മാച്ച് ആയിട്ടുണ്ട്. നമ്മുടെ യെല്ലോയുടെ ക്രോസും പോയിട്ടില്ല, 2 ലെയേഴ്സ് ഫോമായി, സെൻറ്റർ മാച്ചായി, വൈറ്റും ഫോമായി. ഇപ്പം ഞാൻ പറഞ്ഞ ഈ സെൻറ്റേഴ്സും തമ്മിൽ മാച്ച് ചെയ്യാനുള്ള സ്റ്റെപ്പ് വീഡിയോ പോസ് ചെയ്ത് ശ്രദ്ധിച്ച് കാണുക. അത് 1, 2, 3 എന്ന് പറയുന്ന സ്റ്റെപ്പിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മുടെ സെൻറ്റേഴ്സ് മാച്ചായി, യെല്ലോയുടെ ക്രോസ് ഉണ്ടായി, വൈറ്റ് ഫോമായി, 2 ലെയേഴ്സും ഫോമായി. ഇനി ഇവിടെ 2 കൂടെ, പിന്നെ ഇവിടെ. അപ്പം ഇനിയും നമ്മൾ ചെയ്യേണ്ടത് കോർണേഴ്സാണ്. കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോർണേഴ്സ്. കോർണേഴ്സ് തമ്മിൽ മാച്ച് ആയിട്ടുണ്ടോ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഏതൊക്കെ കളർ, ബ്ലൂ, റെഡ്, യെല്ലോ, ഈ 3 കളേഴ്സാണ് ഇവിടെ ഉള്ളത്. ആ 3 കളേഴ്സും ഈ കോർണറിൽ ഉണ്ടോ എന്ന് നോക്കുക. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പക്ഷേ ബ്ലൂ ഇല്ല, ഇവിടെ ഗ്രീൻ ആണുള്ളത്. അപ്പോൾ എല്ലാ സൈഡും ഏതെങ്കിലും ഒരു കോർണറിൽ അങ്ങനെ ഉണ്ടായിരിക്കും. ഇത് നോക്കുക, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, പക്ഷേ ബ്ലൂ ഇല്ല, ഇവിടെ ഗ്രീനാണ്. ഇവിടെ നോക്കുക, ഇപ്പം ഒരു കോർണേഴ്സിലും അങ്ങനെ കിടപ്പില്ല. ചില കേസസിൽ അങ്ങനെ വരാം, അത് പക്ഷേ കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഇത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് ഇപ്പം ചെയ്യുക. നമ്മൾ ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് സൈഡ് മുകളിലേക്ക് പൊക്കുക, തിരിച്ച് ടോപ്പ് പോർഷൻ റൈറ്റിലേക്ക് പൊക്കുക, ലെഫ്റ്റ് പൊക്കുക, നമ്മൾ തിരിച്ച് ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് താക്കുക, ടോപ്പ് പോർഷൻ റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് താക്കുക. ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് നോക്കുക എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഇപ്പം ഈ പാർട്ടുണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ഇപ്പം ഷഫിൾ ചെയ്ത് കിടക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം എനിക്ക് ഒരു കോർണറും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കോർണറായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് നേരത്തെ ഒരു കോർണർ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 1, 2 വട്ടം ചെയ്യുമ്പോൾ തന്നെ എല്ലാ കോർണേഴ്സും മാച്ചായി കിട്ടും. എനിക്കിപ്പം ഒരു കോർണറും മാച്ച് അല്ലായിരുന്നു, അത് ഞാൻ ഇപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്തപ്പം ഒരു കോർണർ മാച്ചായി. ഇനി മാച്ചായ കോർണർ നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിക്കുക. മാച്ചായ കോർണർ നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിക്കുക. എന്നിട്ട് അതേ സ്റ്റെപ്പ് ചെയ്യുക,
നമ്മുടെ ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് സൈഡ് പൊക്കുക, ടോപ്പ് പോർഷൻ റൈറ്റിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക, ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് ഇരിക്കുക, റൈറ്റ് സൈഡ് താക്കുക, ടോപ്പിലെ ലെഫ്റ്റ് സൈഡ് ടോപ്പ് റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് സൈഡ് താക്കുക. അപ്പം നോക്കുക, ഇവിടെ ആയിട്ടുണ്ട്, ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോൾ 1 2 3 തവണ ചെയ്യുമ്പോഴേ എല്ലാ കോർണേഴ്സും നമ്മുടെ മാച്ച് ആയി കിട്ടത്തുള്ളൂ. പിന്നെ അത് തന്നെ ചെയ്യുക, നമ്മൾ മാച്ച് ആയ കോർണർ റൈറ്റിൽ പിടിക്കുക, എന്നിട്ട് നമ്മൾ ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് ഇരിക്കുക, നമ്മൾ റൈറ്റ് സൈഡ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് പോർഷൻ റൈറ്റിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് സൈഡ് മേളിലേക്ക് പൊക്കുക, ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്ക് ഇരിക്കുക, റൈറ്റ് സൈഡ് താഴേക്ക് ചെയ്യുക, നമ്മുടെ ടോപ്പ് പോർഷൻ റൈറ്റിലേക്ക് ഇരിക്കുക, ലെഫ്റ്റ് സൈഡ് താഴേക്കാക്കുക. ഇപ്പം മൊത്തം നമ്മുടെ ക്യൂബ് സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ഒരു 3x3 ക്യൂബാണ്. ഇനി നമ്മുടെ വേറെ ക്യൂബ്സ് ഉണ്ട്, നമ്മുടെ പിരമിഡ് ക്യൂബ് ഉണ്ട്, ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. പിന്നെ നമ്മുടെ 5x5 ക്യൂബ് ഉണ്ട്, 12x12 ക്യൂബ് ഉണ്ട്, 21x21 ക്യൂബ് ഉണ്ട്, മിറർ ക്യൂബ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്യൂബ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ 5x5ൻ്റെയും ഈ പിരമിഡിൻ്റെയും മിറർ ക്യൂബിൻ്റെ എല്ലാം സ്റ്റെപ്പ് ഇതുപോലെ ആയിരിക്കത്തില്ല, വേറെ സ്റ്റെപ്പായിരിക്കും. അതിന് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ പിരമിഡ് ക്യൂബിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു, അത് കാണാത്തവർ കാണുക. പിന്നെ ഇനിയും നമ്മുടെ ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ഇനിയൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ചില സമയത്ത് നമ്മുടെ ക്യൂബ് ഇപ്പോഴേ സോൾവ് ചെയ്ത് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പും ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ ക്യൂബ് ഷഫിൾ ചെയ്ത് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിപ്പം നമ്മുടെ കോർണേഴ്സ് എല്ലാം ഒരേ കളർ വന്നിട്ടുണ്ട്. ഗ്രീന്, യെല്ലോ, റെഡ്, ഓറഞ്ച്, ഗ്രീന്, യെല്ലോ, അങ്ങനെ ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, റെഡ്, ബ്ലൂ, യെല്ലോ, അങ്ങനെ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. കോർണേഴ്സ് ശരിയായിട്ടുണ്ട്. ഇനി ഇവിടെ 3 യെല്ലോ വരുത്തുന്നതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ യെല്ലോ ഇല്ല, അപ്പം നമ്മുടെ റൈറ്റ് സൈഡിലാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് പോർഷൻ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് താഴത്തെ ലെയർ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. നമ്മൾ റൈറ്റ് പോർഷൻ മേളിലേക്ക് പൊക്കുന്നു. നമ്മൾ ഏറ്റവും താഴത്തെ ലെയർ തിരിച്ച് റൈറ്റിലേക്ക് തിരിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ അവിടെ യെല്ലോ വരുന്നിടം വരെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുക. നമ്മൾ റൈറ്റ് സൈഡ് ഒന്നുകൂടെ പറയാം, റൈറ്റ് സൈഡ് താഴേക്ക് ആക്കുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെയർ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, റൈറ്റ് സൈഡ് പൊക്കുന്നു, തിരിച്ച് ഏറ്റവും താഴത്തെ ലെയർ റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആ സ്റ്റെപ്പ് തന്നെ ചെയ്തപ്പം എനിക്കിവിടെ യെല്ലോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 3 യെല്ലോ വരുത്താണ്ട് അതേ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ക്യൂബ് ഇങ്ങനെ പിടിച്ച് തിരിച്ചു വെക്കല്. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വേണം ആ സ്റ്റെപ്പ് ചെയ്യാൻ. നമ്മൾ റൈറ്റ് സൈഡ് താഴേക്ക് ആക്കുന്നു. ലാസ്റ്റ് ലെയർ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇരിക്കുന്നു, റൈറ്റ് സൈഡ് പൊക്കുന്നു, ഏറ്റവും ലാസ്റ്റ് ലെയർ റൈറ്റിലേക്ക് ഇരിക്കുന്നു. ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇപ്പം എനിക്കിവിടെ യെല്ലോ വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ പിന്നെയും ഇങ്ങനെ തിരിച്ചു പിടിക്കല്. നമ്മൾ നമ്മുടെ സൈഡിലേക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതേ സ്റ്റെപ്പ് ചെയ്യുക. റൈറ്റ് സൈഡ് താഴേക്ക് കൊണ്ടുവരിക, ലാസ്റ്റ് ലെയർ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് സൈഡ് മുകളിലേക്ക് ഉയർത്തുക, ലാസ്റ്റ് ലെയർ റൈറ്റിലേക്ക് തിരിക്കുക. ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും നമ്മളിങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ അതേ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തം ക്യൂബ് നമുക്ക് സോൾവായി കിട്ടും. വീഡിയോ കണ്ട് എല്ലാവരും ഹൗ ടു സോൾവ് റുബിക്സ് ക്യൂബ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.